നമ്മൾ ഇംഗ്ലീഷില് ഈ ഒരു ചിഹ്നം കണ്ടിട്ടില്ലേ? വാക്കുകളുടെ കൂടെ ഈ ഒരു ചിഹ്നത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ അപ്പിസ്ട്രോഫി എന്നാണ് പറയുന്നത്. എവിടെയാണ് ഈ ചിഹ്നം യൂസ് ചെയ്യുന്നത് നോക്കാം. സാധാരണ നൗൺസിന്റെ കൂടെയാണ് നമ്മൾ അപ്പിസ്ട്രോഫി യൂസ് ചെയ്യുന്നത്. നൗൺസ് എന്ന് പറയുമ്പോൾ പേരുകൾ അല്ലേ? അപ്പൊ നൗൺസിന്റെ കൂടെയാണ് നമ്മൾ അപ്പിസ്ട്രോഫി യൂസ് ചെയ്യുന്നത്. മലയാളത്തിലെ ചില പ്രയോഗങ്ങളില്ലേ, ഇന്റെ, ഉടെ, എങ്ങനെയാണ്? അമ്മയുടെ, ജ്യേഷ്ഠന്റെ, രാഹുലിന്റെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷില് അപ്പോസ്ട്രോഫി യൂസ് ചെയ്യുന്നത്. നോക്കിയേ, അമ്മയുടെ ബാഗ് എങ്ങനെയാ നമ്മൾ എഴുതാം? അമ്മ എന്നതിന് മദർ അല്ലേ? അമ്മയുടെ, മദേഴ്സ് ബാഗ്. കണ്ടോ? പൊസഷൻ, ഓണർഷിപ്പ് കാണിക്കാനാണ് നമ്മൾ അപ്പോസ്ട്രോഫി യൂസ് ചെയ്യുന്നത്. അതും ഡേ അല്ലെങ്കിൽ ഉഡേ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി രാഹുലിന്റെ കാർ, രാഹുലിന്റെ കാർ എങ്ങനെ എഴുതും? രാഹുൽസ് കാർ. പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിന്റെ കൂടെയും, ജീവനുള്ള ഏതൊരു വസ്തുവിന്റെ കൂടെയും നമുക്ക് അപ്പോസ്ട്രോഫി യൂസ് ചെയ്യാം. നോക്കിയേ, monkey's tail, monkey's tail, കുരങ്ങിന്റെ വാലല്ലേ? ഇനി സൗമ്യാസ് ലാപ്ടോപ്പ്, സൗമ്യയുടെ ലാപ്ടോപ്പ്. ബ്രദേഴ്സ് ഷോപ്പ്, ബ്രദറിന്റെ ഷോപ്പ്. ഇവിടെ എല്ലാം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആനിമലിനെ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നാൽ ഒന്നിലധികം വ്യക്തികൾ വരുമ്പോൾ, പ്ലൂറല് വരുമ്പോൾ നമ്മൾ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ആ ഡിഫറൻസസ് നോക്കാം. ആൺകുട്ടികളുടെ സ്കൂൾ നമ്മൾ പറയാറുണ്ടല്ലേ, ആൺകുട്ടികളുടെ സ്കൂൾ. ആൺകുട്ടി, ബോയ്, ഇങ്ങനെ എഴുതുമ്പോൾ ഇതിന്റെ അർത്ഥം ഒരു കുട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഈ കുട്ടിയുടെ സ്കൂൾ, ബോയ് സ്കൂൾ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൺകുട്ടികളുടെ സ്കൂൾ എന്നാണ്. ആൺകുട്ടികളുടെ സ്കൂള് അതെങ്ങനെ എഴുതാം? ബോയ്, ബോയ്സ്. ആൺകുട്ടികൾ എന്നതിന് ബോയ്സ് എന്ന് എഴുതാം. ഇനി ആൺകുട്ടികളുടെ സ്കൂൾ എന്നാക്കാൻ വേണ്ടി വീണ്ടും നമ്മളൊരു അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യില്ല. ഇത് തെറ്റായൊരു രീതിയാണ്. പകരം നമ്മൾ എഴുതുന്നത് ബോയ്സ് സ്കൂൾ എന്നാണ്. ആൺകുട്ടികളുടെ സ്കൂള് എന്നതിന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, ബോയ്സ് സ്കൂൾ. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു സിംഗുലർ നൗണിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ എന്താണോ അവിടെ പറയുന്നത് അതിന്റെ എന്നാണ് അർത്ഥം. എന്നാൽ ബഹുവചനത്തിന്റെ കൂടെയാണെങ്കിൽ വീണ്ടും നമ്മൾ അവിടെ ഒരു അപ്പോസ്ട്രോഫി എസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എല്ലാ ബഹുവചനത്തിന്റെയും കൂടെ ഒരേ സിറ്റുവേഷൻ അല്ല കേട്ടോ. ഇവിടെ നമ്മൾ ബഹുവചനമാക്കാൻ വേണ്ടി എസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു അപ്പോസ്ട്രോഫി എസിന്റെ ആവശ്യമില്ല. ആൺകുട്ടികളുടെ സ്കൂൾ എന്നതിന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. നോക്കി, നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ടീച്ചേഴ്സ് ഡേ. ടീച്ചേഴ്സ് ഡേ ഇങ്ങനെ രണ്ട് രീതിയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ടീച്ചേഴ്സ് ഡേ ഇങ്ങനെ എഴുതുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു അധ്യാപകരുടെ ദിനം എന്നാണ്. നമ്മൾ ഒരാളെ മാത്രം ഉദ്ദേശിച്ച് എഴുതുമ്പോഴാണ് ടീച്ചേഴ്സ് ഡേ. കാരണം ഇതൊരു സിംഗുലർ നൗൺ ആണ്. ഇതിന്റെ കൂടെ പൊസഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ അധ്യാപകരുടെ ദിനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ടീച്ചർ സിംഗുലർ ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ, ബഹുവചനം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് എന്നാണ്. ഇതിന്റെ കൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യില്ല? ഒരു അപ്പോസ്ട്രോഫി എസ് കൂടി ആഡ് ചെയ്യില്ല. പകരം ഈ ചിഹ്നം മാത്രമേ കൊടുക്കൂ. അപ്പോൾ ടീച്ചേഴ്സ് ഡേ എന്നിങ്ങനെ എഴുതുമ്പോൾ ഒരാളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിലാണ് നമ്മൾ റെഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചിഹ്നം കൊടുക്കുന്നത്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി പറയാം. നോക്കി, ഡോക്ടറുടെ ഓഫീസ് എങ്ങനെ എഴുതും? ഡോക്ടേഴ്സ് ഓഫീസ്. ഇതിന്റെ അർത്ഥം എന്താണ്?
ഒരു ഡോക്ടറുടെ ഓഫീസ് എന്നാണ്. ഇനി ഡോക്ടർമാരുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് ഡോക്ടേഴ്സ് ഓഫീസ് എന്നാണ്. കണ്ടോ, ഈ ഡോക്ടേഴ്സ് ഓഫീസിന്റെ അർത്ഥം ഓഫീസ് ഓഫ് എ ഡോക്ടർ, ഒരാളുടെ ഓഫീസ് എന്നാണ്. ഇതിന്റെ അർത്ഥം ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഓഫീസ് എന്നാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ, ഡോഗ്സ് ഫുഡ്. ഇതിന്റെ അർത്ഥം ഒരു ഡോഗിന്റെ ഫുഡ് എന്നാണ് അല്ലെ. ഇനി ഒന്നിൽ കൂടുതലാണെങ്കിലോ, ഡോഗുകളുടെ, പട്ടികളുടെ ഫുഡ് എന്നാണെങ്കിലോ, അപ്പൊ നമ്മൾ എഴുതുന്നത് ഡോഗ്സ് ഫുഡ് എന്നാണ്. അപ്പൊ നമ്മള് സിംഗുലർ നൗണിന്റെ കൂടെ, ഏകവചനത്തിന്റെ കൂടെയാണ് അപ്പോസ്ട്രോഫി എസ് ചേർത്തത്. പ്ലൂറൽ ആവുമ്പോ, ബഹുവചനം ആവുമ്പോ നമ്മൾ വീണ്ടും ഒരു എസ് ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ എല്ലാ ബഹുവചനത്തിന്റെ കൂടെയും നമ്മൾ ഇങ്ങനെയാണോ ചെയ്യാ? അല്ല. അതിന് 2-3 എക്സാമ്പിൾസ് നോക്കാം. നോക്കിയേ, കുട്ടിയുടെ ഡ്രസ്. കുട്ടിയുടെ ഡ്രസ് എങ്ങനെ എഴുതാം? കുട്ടി എന്നതിന് നമ്മൾ എഴുതുന്നത് ചൈൽഡ് എന്നാണ്. അപ്പോ ചൈൽഡ്സ് ഡ്രസ്. ഇനി ഇത് തന്നെ കുട്ടികളുടെ ഡ്രസ് എന്നാന്ന് വിചാരിക്കാം. കുട്ടി എന്നതിന് പകരം അതിന്റെ പ്ലൂറൽ, ബഹുവചനം കുട്ടികളുടെ. എങ്ങനെയാണ് ഇതിന്റെ പ്ലൂറൽ എഴുതുന്നത്? ചൈൽഡ്, ചിൽഡ്രൻ. ഇതിന്റെ കൂടെ നമ്മൾ പൊസഷൻ കാണിക്കാനായിട്ട് അപ്പോസ്ട്രോഫി എസ് ആണ് യൂസ് ചെയ്യുന്നത്. ചിൽഡ്രൻസ് ഡ്രസ്. ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ ചൈൽഡിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത്, ബഹുവചനം എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ്. കുട്ടികളുടെ ഡ്രസ്, ആ പൊസഷൻ ഓണർഷിപ്പ് കാണിക്കാൻ ഇവിടെ നമുക്ക് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ നോക്കിയേ, മാൻസ് വെയർ. ഇവിടെ ഒരാള് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ. ഇനി പുരുഷന്മാരുടെ എന്നാണെങ്കിൽ മാൻ എന്നതിന്റെ പ്ലൂറല് മെൻ. പുരുഷന്മാരുടെ വെയർ, മെൻസ് വെയർ. കണ്ടോ, മാൻ സിംഗുലർ, അതിന്റെ കൂടെ നമുക്ക് അപ്പോസ്ട്രോഫി യൂസ് ചെയ്യാം. പ്ലൂറൽ മെൻ, ഇവിടെയും നമുക്ക് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാം. മെൻസ് വെയർ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ബ്രദർ, സഹോദരൻ അല്ലേ. ഇനി സഹോദരന്മാർ, ബ്രദേഴ്സ്. ഈ ഒരു സിറ്റുവേഷൻ ആണ് ആദ്യം പറഞ്ഞത്. ബ്രദറിന്റെ കാർ ഇങ്ങനെ എഴുതാം. സഹോദരന്മാരുടെ കാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. വീണ്ടും ഇവിടെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞത് വുമൺ. ഒരാളുടെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്നാൽ ഇവിടെ ബഹുവചനാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും എസ് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? സ്ത്രീകളുടെ ഡ്രസ് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ ബഹുവചനാക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു എസ് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യാം. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് അപ്പോസ്ട്രോഫി എന്ന് പറയുന്ന ഈ ചിഹ്നത്തെ കുറിച്ചാണ്. ഒരു ചിഹ്നം വരെ ഇംഗ്ലീഷിലെ സെന്റൻസുകളുടെ, വാക്കുകളുടെ അർത്ഥം മാറ്റും. മലയാളത്തിലെ ന്റെ, ഉടെ എന്നീ അർത്ഥത്തിലാണ് നമ്മൾ പൊസഷൻ കാണിക്കാനായിട്ട് ഇംഗ്ലീഷില് അപ്പോസ്ട്രോഫി യൂസ് ചെയ്യുന്നത്. സിംഗുലർ, ഏകവചനത്തിന്റെ കൂടെയും ബഹുവചനത്തിന്റെ കൂടെയും 2 രീതിയിലാണ് നമ്മൾ അപ്പോസ്ട്രോഫി യൂസ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.